കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി പോകാനിടമില്ലാതെ കഴിഞ്ഞ ദേവികുളങ്ങര പഞ്ചായത്ത് പ്രയാർ വടക്ക് നെടുമണ്ണയിൽ വാസവന് പത്തനാപുരം ഗാന്ധിഭവൻ സംരക്ഷണമൊരുക്കി. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജന്റെ നിർദ്ദേശാനുസരണം പഞ്ചായത്ത് അധികൃതർ വാസവനെ ഗാന്ധിഭവനിൽ എത്തിച്ചു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി പോകാനിടമില്ലാതെ കഴിഞ്ഞ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രയാർ വടക്ക് നെടുമണ്ണയിൽ വാസവന് പത്തനാപുരം ഗാന്ധിഭവൻ സംരക്ഷണമൊരുക്കി. നെടുമണ്ണൽ വാസവൻ ഈ വാസവനെ അവസാന ഘട്ടത്തിലായില്ലേ കേരള സർക്കാർ അതിദരിദ്രരെ കണ്ടുപിടിക്കുന്ന പദ്ധതി ആരംഭിച്ചത്. അതിൽ നമ്മൾ പഞ്ചായത്ത് കണ്ടെത്തിയ ആളാണ് നെടുമണ്ണൽ വാസവൻ. അങ്ങനെ പഞ്ചായത്ത് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് വാസവൻ ബാത്റൂമിൽ മറിഞ്ഞു വീണത് 2 ദിവസം അവിടെ കിടന്നു. പിന്നീടാണ് അറിയുന്നത്. എന്നിട്ട് ഈ അച്ഛനെ കൊണ്ടുപോകാനെടുക്കാൻ ആരില്ല. അപ്പം വീണ്ടും പഞ്ചായത്ത് ഇടപെട്ടിട്ടാണ് ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് നേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് അവസാനം ആലപ്പുഴയിൽ നിന്ന് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ നിന്ന് ഇടപെട്ടിട്ടാണ് ഈ ഓപ്പറേഷൻ എല്ലാം നടന്നത്. കാലം മുറുക്കുകയും ചെയ്തു. അങ്ങനെ കാലം മുറുക്കിയതിനു ശേഷം അവിടെ കുറേ ദിവസം കിടന്നിരുന്നു. പിന്നെ അവിടുത്തെ സാഹചര്യം ഇതായപ്പോൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. ഒരു കുടുംബത്തിൽ എങ്ങനെയാണോ അച്ഛനമ്മ മക്കൾ നോക്കുന്ന പോലെയാണ് ഇവിടെ നോക്കുന്നതാണ് അവിടെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് അനുഭവം പുറത്തു വിടുന്നതിനേക്കാളും വ്യത്യസ്തമാണെന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ നേരിട്ട് കാണുന്നത്. ഇവിടെ നഴ്സിംഗ് സൂപ്പറടക്കം അവരെല്ലാവരും അവരുടെ അച്ഛനെ നോക്കുന്ന പോലെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഞങ്ങൾ ഗാന്ധി ഭവനിലേക്ക് പുനലൂർ സോമരാജ് സാറിന് റിക്വസ്റ്റ് കൊടുത്തു. ഇന്നലെയാണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്. അവിടെ തന്നെ സാറിന് മറുപടി വന്നു. അടിയന്തരമായിട്ട് പുള്ളിയില പറഞ്ഞു സാർ ഏറ്റെടുത്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ കൂട്ടുകുടുംബമായിട്ടുള്ള ഗാന്ധി ഭവൻ പുനലൂർ സോമരാജ് സാറിന്റെ നേതൃത്വത്തിൽ ആ സ്ഥാപനം ഇത്രയധികം ആൾക്കാരെ സംരക്ഷിക്കാൻ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് യാതൊരു പ്രശ്നമില്ല. ഗാന്ധി ഭവൻ എല്ലാം ചെയ്തോളൂ. ഇനി ഹോസ്പിറ്റലിൽ പോകണോ എന്ത് വേണോ എല്ലാം അവിടെ ചെയ്തോളൂ. അങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തെ നമുക്ക് അങ്ങോട്ട് മാറ്റാൻ പറ്റി. ഭാര്യയുടെ മരണത്തെ തുടർന്ന് ആരും ആശ്രയമില്ലാതെ കഴിഞ്ഞിരുന്ന വാസവനെ സർക്കാരിന്റെ അതിദരിദ്രരില്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിരുന്നു. വീഴ്ചയിൽ കാലിന് ഒടിവ് പറ്റിയ വാസവനെ ഗ്രാമപഞ്ചായത്ത് അധികൃതർ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും അവിടെ നിന്ന് കാല് മുറിക്കണം എന്ന് പറഞ്ഞതിനാൽ ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് കാല് മുറിച്ചു മാറ്റുകയും ചെയ്തു. മുറിവ് ഉണങ്ങിയ ശേഷം കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നു തുടർ ചികിത്സ നൽകി. പൂർണ്ണമായും മുറിവ് ഉണങ്ങിയതിനു ശേഷം ഡിസ്ചാർജ് ചെയ്ത് പോകാൻ ഇടമില്ലാതായതിനെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സംരക്ഷണം നൽകാൻ ഗാന്ധിഭവൻ തയ്യാറായത്. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജന്റെ നിർദ്ദേശാനുസരണം ഗ്രാമപഞ്ചായത്ത് അധികൃതർ വാസവനെ ഗാന്ധിഭവനിലെത്തിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജി, ലേ സെക്രട്ടറി, നഴ്സിംഗ് സൂപ്രണ്ട് എന്നിവരിൽ നിന്നും വാസവനെ ഏറ്റുവാങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ, വൈസ് പ്രസിഡന്റ് നിതിഷ രാജ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് രേഖ, അസിസ്റ്റന്റ് സെക്രട്ടറി എസ് സുഭാഷ് ബാബു, സ്റ്റാഫ് കൃഷ്ണേഷ്, ദിനേശ് എന്നിവർ ചേർന്നാണ് ഗാന്ധിഭവനിൽ എത്തിച്ചത്. അറ്റാച്ച്മെന്റ് ഈ ആശുപത്രിയോട് എത്തി തോന്നുന്നു. കോട്ടയത്ത് 28-ാം തീയതിയാണ് ചെല്ലുന്നത്. 29-ാം തീയതി കാരണം അവിടെ നല്ല ഓപ്പറേഷനായിരുന്നു. ഇവിടെ എനിക്കൊരു വീട് പോലെയായിരുന്നു. ടൈമിൽ വെച്ചില്ല. നഴ്സുമാരുടെ പിന്നെ മാതാക്കന്മാരെന്ന് പറയുന്ന പോലെ വളരെ വളരെ സ്നേഹത്തോടുകൂടി ഡ്യൂട്ടി ചെയ്ത് ഡോക്ടർമാരുടെ സഹായം, അതുപോലെ ക്ലീനിങ് സ്റ്റാഫ് ഇവിടെ മൊത്തം എപ്പോഴും ക്ലീനിങ്ങാണ്. ക്ലീനിങ് സ്റ്റാഫ് ഇതെല്ലാം അത് വിശേഷം തിരക്കും നല്ല സഹകരണമായിരുന്നു. അതിന് പ്രത്യേകം നന്ദി പറയാൻ. CD നെറ്റ് ന്യൂസ് കായംകുളം.